മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയ പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ദുരവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. പഴയങ്ങാടി പാലം ഏതാണ്ട് നമ്മളെ ഈ അടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് നമ്മളെ KSTP റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണി നടന്നിരിക്കുന്നത്. അപ്പോൾ 20 ദിവസത്തേക്ക് പാലം അടക്കും എന്ന് പറഞ്ഞിട്ട് 1 മാസത്തോളം അടച്ചിട്ടാണ് പണിയൊക്കെ നടത്തിയിരിക്കുന്നത്. പക്ഷേ മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ വളരെ ശോചനീയ അവസ്ഥയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്നത് പാലത്തിലാണ്, മാസങ്ങളായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പാലത്തിന് അങ്ങോട്ട് പണി നടന്നിട്ടില്ല. 18 കോടിയോളം രൂപയാണ് എന്നാണ് എൻ്റെ ഓർമ്മ പാസ്സാക്കിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് സീബ്ര ലൈന് ഇല്ലാത്തത് വളരെ അപകടത്തിലെത്തും. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഒരു മരണം പഴയങ്ങാടിയിൽ നടന്നിരിക്കുന്നത്. ഈ സീബ്ര ലൈനില്ലാത്ത ഒരു വിഷയം അപകടം ഇങ്ങനെ മുഴച്ചു നിൽക്കുക. അപ്പോൾ ഇത് വളരെ പെട്ടെന്നെങ്കിലും ഈ പാലത്തിൻ്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാവണം. അല്ലെങ്കിൽ ഈ സ്പീഡിൽ പോകുന്നത് നമ്മളറിയാലോ, ചെറുപ്പക്കാർ 2 വീലർ എന്ന് പറയുന്നത് വളരെ സ്പീഡിലാണ് പോകുന്നത്. പെട്ടെന്ന് വലിയ കുഴിയിലേക്ക് മുമ്പാണ് തെറിച്ചിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂടുതൽ അപകടങ്ങൾ വരുന്നതിന് മുൻപ് അടിയന്തരമായി ഈ പാലത്തിൻ്റെ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്ന ഈ ശോചനീയ അവസ്ഥ പരിഹരിക്കാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോടികൾ ചിലവിട്ട് അറ്റകുറ്റപ്പണി നടത്തി മാസങ്ങൾ കഴിയുമ്പോഴേക്കും ബാക്കിയാകുന്നത് ഇത്തരം തകർന്ന റോഡുകളാണ്. ഇത്തരത്തിൽ റോഡുകൾ തകരുന്നതിനെക്കുറിച്ച് കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തണം. നിർമ്മാണ പ്രവൃത്തി നടത്തിച്ചവർ ഉത്തരം പറയണം പൊതുജനങ്ങളോട്. നടപടികളാണ് ആവശ്യം, വാഗ്ദാനങ്ങളല്ലെന്ന തിരിച്ചറിവ് നല്ലതാണ്. വർത്തമാന ന്യൂസ്, പഴയങ്ങാടി.